കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉത്സവം ആഘോഷിക്കാൻ പറ്റുന്നത്. മുൻപൊന്നേ കോളേജിൽ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉത്സവം മാക്സിമം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ അടുത്ത വർഷം എന്താ നമ്മുടെ അവസ്ഥയെന്ന്. സോ ഐ തോട്ട് ഓഫ് ഡോക്യുമെന്റിങ് ദിസ് ഉത്സവം. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി അവിടെയുള്ള മുഴുവൻ കടകളും കയറി ഇറങ്ങലായിരുന്നു. എന്നിട്ട് നല്ല ചൂട് ബജിയും കോളിഫ്ലവറും ഒക്കെ വാങ്ങി റോഡ് സൈഡിലിരുന്ന് കഴിക്കല്. സത്യം പറയാലോ, അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്. അങ്ങനെ ദിവസം പോയത് അറിഞ്ഞില്ല. ഇന്നിപ്പോ 10ാം ഉത്സവമായി. ഇന്ന് 10ാം ഉത്സവമായ സ്ഥിതിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയി. നമ്മുടെ ഒരുക്കത്തിനൊരു കുറവൊന്നുമില്ല കേട്ടോ. മുൻപൊക്കെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുമ്പോഴേ ലിപ്സ്റ്റിക് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ അമ്മമ്മ ഒട്ടനെ പറയും, മോളെ കുറച്ചിടുമെന്ന്. പക്ഷെ ഇപ്പൊ കണ്ട് ശീലിച്ചിട്ടാണോ എന്നറിയാൻ പാടില്ല. ഇപ്പൊ ഒന്നും പറയാറില്ല. അത് ഞാൻ മാക്സിമം മുതലെടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. മുൻപൊക്കെ നമ്മൾ സദ്യ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് വെറുതെ കഷ്ടപ്പെടാന്ന് ഓർത്ത് സദ്യയൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി. ഇങ്ങനെ എന്ത് വിശേഷ ദിവസം വന്നാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് മിണ്ടിയും പറഞ്ഞിരുന്നപ്പോഴത്തേനും വൈകുന്നേരമായി. പിന്നെ നമ്മൾ നേരെ ഉത്സവം കാണാൻ പോയി. ഒരു വല്ലാത്ത തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ. കുറെ നേരം അതെല്ലാം കണ്ടു നിന്ന് കാല് കഴിച്ചപ്പോ തിരിച്ചു പോകാന്നോർത്ത് വീട്ടിൽ ചെന്ന് നേരെ ഉച്ചക്കത്തേന്റെ ബാക്കി സദ്യ കഴിച്ചു. ഉച്ചക്കത്തേനേക്കാൾ കുറച്ച് ടേസ്റ്റ് കൂടിയോന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും വയറ് നിറച്ച് കഴിച്ചു. അപ്പോഴത്തേനും ഉറക്കം വരാൻ തുടങ്ങി. എന്നാ പോയി ഉറങ്ങാല്ലേ. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.